ഹായ് ഫ്രണ്ട്സ്, അനിയാക്ക് എജ്യൂടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ SLC പരീക്ഷ കഴിഞ്ഞ അന്ന് മുതൽ SLC എക്സാമിൻ്റെ റിസൾട്ട് എന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും SLC എക്സാമിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസും അതുപോലെ തന്നെ +1ൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ഡേഷൻസും ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കുക. കൂടുതൽ ഫ്രണ്ട്സിന് ഈ ചാനലിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ SLC എക്സാമിൻ്റെ ആദ്യഘട്ട വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏപ്രിൽ 3 മുതൽ 11 വരെ ആയിരുന്നു SLC എക്സാമിൻ്റെ ഒരു വാല്യുവേഷൻ സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 16 ഒക്കെ ആയിരിക്കും. 24, 25 തീയതികളിലൊക്കെ ആയിട്ട് ആ ഒരു രണ്ടാം ഘട്ട വാല്യുവേഷനും അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ SLC എക്സാമിൻ്റെ ആദ്യഘട്ട വാല്യുവേഷനിൽ ഏതാണ്ട് 50% പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് SLC എക്സാമിൻ്റെ മാർക്ക് വാല്യുവേഷൻ സാധാരണ വർഷങ്ങളിലെ പോലെ തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്കൊന്നും മാർക്കൊന്നും കുറയില്ല. കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള റിസൾട്ടുകൾ എന്തായിരുന്നോ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും റിസൾട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയ് മാസം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? റിസൾട്ടും പ്രതീക്ഷിക്കാം. സോ നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാല്യുവേഷനിൽ നിന്ന് നല്ല വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. മെയ്യിൽ തന്നെ നമുക്ക് റിസൾട്ടും പ്രതീക്ഷിക്കാം. മെയ് ആദ്യത്തെ ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോ നമുക്ക് റിസൾട്ടും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കും കാര്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്ക് എജ്യൂടെക്.